ബിഗ് ബോസ് ലൈവിൽ ഇപ്പൊ ഋഷിയും നന്ദനയുമായിട്ട് വഴക്ക് നടക്കുവാണ്. നോറയും നന്ദനയുമായിട്ട് വഴക്ക് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം രാവിലെ ശരണ്യയും അതുപോലെ തന്നെ അപ്സരയുമായിട്ട് നടന്നൊരു വഴക്കുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്സര ഇതൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ശരണ്യ നന്ദനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഈഗോ എന്ന് പറഞ്ഞു, അല്ലാണ്ട് ഞാൻ അവളോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ ചെന്നിട്ടില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടോണ്ടാണ് അപ്സര വരുന്നത്. നന്ദന പറയും, നിങ്ങളൊന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുക, അപ്സരച്ച് വാന്ന് പറയും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം, അല്ലാണ്ട് നാട്ടുകാരോട് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. നേരെ നോക്കി പറയാൻ പോലും അറിയില്ല, നീ പോടി എന്നൊക്കെ പറയും. ശരണ്യ പറയും, നിന്നോട് നേരിട്ട് തന്നെയല്ലേ ആദ്യം പറഞ്ഞതെന്നൊക്കെ പറയും. നീ പോടിയെന്നും പറഞ്ഞിട്ട് അപ്സര പോവുകയാണ്. അതായത് ശരണ്യ പറയുന്നുണ്ട്, നീയും പോടി, നിന്റെ യഥാർത്ഥ സ്വഭാവമൊക്കെ പുറത്തു വരേണ്ടതായിട്ട് ശരണ്യ അപ്സരോട് പറയുന്നുണ്ട്. നന്ദന ശരണ്യ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നോറ കയറി വരുന്നത്. ഇതിപ്പോ എനിക്ക് ഇതിൽ ഇടപെടാം, കാരണം ഞാനിപ്പോ പവറാണ്, എനിക്ക് ഇതിൽ ഇടപെടുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പൊ നന്ദന പറയും, ഇടപെടണ്ട, ഇത് അവർ തമ്മിലുള്ള ഫ്രണ്ട്സ് തമ്മിലുള്ള കാര്യമില്ല, അവർ തമ്മിൽ തീർത്തോളൂ എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളുടെ ഒരു ഫ്രണ്ടും അല്ല ഒന്നും അല്ല എന്നൊക്കെ ശരണ്യ പറയും. അപ്പൊ നന്ദന പറയും, ഒന്ന് പോവാമോ എന്ന് ചോദിക്കും നോറയോട്. ക്യാപ്റ്റൻ ഒന്ന് വിളിച്ചോണ്ട് എന്ന് പറയും ഋഷിയോട്. ഋഷിയും നോറയും ഒക്കെ ചുമ്മാ പവർ കാണിക്കാൻ വേണ്ടി, ഷോ കാണിക്കാൻ വേണ്ടിയാണ് ഇതിൽ ഇടപെടാൻ വന്നത്, അല്ലാണ്ട് വലിയ കാര്യത്തിനൊന്നും അല്ലാന്ന് പറഞ്ഞാണ് നന്ദനയ്ക്ക് അത് ഇഷ്ടപ്പെടാത്തത്. അങ്ങനെയാണ് നന്ദനയും ഋഷിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ ഋഷിയോട് നന്ദന പറഞ്ഞു, ചുമ്മാ ഷോ കാണിക്കാണ്ട് പോ, കാര്യത്തിൽ ഇടപെടാണ്ട്, ഇത് എന്നോട് ശരണയിച്ചു എന്ന് പറഞ്ഞ കാര്യമാണ്, അല്ലാണ്ട് പവർ ടീമിനോട് പറഞ്ഞ കാര്യമൊന്നും അല്ലാന്നും പറഞ്ഞാണ് നന്ദന പറയുന്നത്. പവർ ടീം പറയണത് എന്നാന്ന് വെച്ചാൽ ശരണി ഇപ്പൊ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്, കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടീമിന് എടുക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പോകേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചുകൊണ്ടാണ് നോറയും അതുപോലെ തന്നെ ഋഷിയും അവിടെ നിൽക്കുന്നത്. അപ്പൊ അതാണ് നന്ദനയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത്. അപ്സരയായിട്ട് ഇപ്പൊ ഭയങ്കര കരച്ചിലാണ്. ശരണ്യാണ് ഇത് എല്ലായിടത്തും പോയി പറഞ്ഞത്, റസ്മിനോട് ജാസ്മിനോടൊക്കെ പറഞ്ഞതെന്നും ഈ ഒരു പ്രശ്നത്തിന് ഈഗോ വയ്ക്കണ്ട എന്ന് മാത്രമായിരുന്നു അപ്സര പറഞ്ഞിരുന്നു, അല്ലാണ്ട് ഈഗോ ആണ് അവക്കെന്നുള്ള രീതിയിലൊന്നും അല്ല പറഞ്ഞതെന്നാണ് ഇപ്പൊ അപ്സര പറയുന്നത്. എന്നിട്ട് ഇപ്പൊ അപ്സര പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.